ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മൂന്നാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായ ശ്രീ മഹാകാളേശ്വര ക്ഷേത്രത്തിൽ ഞാനെത്തി. ജയ് ശ്രീ മഹാകാൾ. ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ഞാൻ കടന്നു. ഇനി നമുക്ക് മൊബൈൽ സൂക്ഷിക്കാൻ വെക്കണം. പിന്നെ നമ്മളുടെ ബാഗുകളൊന്നും അലൗഡല്ല. ചെറിയ പേഴ്സൊക്കെ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. സെക്യൂരിറ്റിക്കാരുണ്ട് എല്ലാ ഗേറ്റിലും. അപ്പോൾ അവർ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ മൊബൈലൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം വരികയാണെന്ന്. വളരെ തിരക്ക് കുറവാണ്. അതായത് ആ ക്യൂവിലേക്ക് പോകുന്ന വഴിയിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഭഗവാന്റെ ദർശനം കിട്ടുന്ന അത്രയും സ്ഥലത്ത് നമ്മൾ എത്തുന്നതിനായിട്ട് ഒരു 15-20 മിനിറ്റ് വേണം. തിരക്കില്ല എങ്കിൽ, തിരക്കുണ്ട് എങ്കിൽ പിന്നെ മെല്ലെ മെല്ലെ അല്ലേ നീങ്ങുകയുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തി. മഹാകാളേശ്വർ ക്ഷേത്രം മെയിൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. വളരെ ദൂരെ നിന്ന് ഞാനെടുത്ത വീഡിയോ ആണിത്. മൊബൈൽ വെക്കുന്നത് മുന്നേ. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണിത് മഹാകാൾ ലോഗ് അഥവാ കോറിഡോർ എന്ന് പറയും. കോറിഡോർ മൊത്തം നമുക്ക് കണ്ടുവരണമെങ്കിൽ ഏകദേശം ഒരു 3-3.5 മണിക്കൂറെങ്കിലും സമയം വേണം. എനിക്ക് അത്രയധികം സമയമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ വട്ടം കോറിഡോർ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടധികം പോയിട്ടില്ല. വരുന്ന വഴിക്ക് ആ കാണുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മഹാകാളേശ്വര ദർശനമെല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. മൊബൈലെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ഭഗവാന്റെ പ്രസാദ ഭക്ഷണം കഴിക്കണം. അത് കഴിക്കണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. അതല്ല, നമ്മൾ ഈ മഹാകാൾ ലോഗിലൂടെ തന്നെ പോവുകയാണ് എങ്കിൽ ഇത്രയും ദൂരം നടക്കണം. ഏകദേശം 2 മണിക്കൂർ എന്തായാലും വേണം. നമുക്ക് സമയം കുറവാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഓട്ടോയിൽ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അന്നേരമാണ് നമ്മൾ ഭഗവാന്റെ പ്രസാദ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ചിന്താമൺ ഗണേഷ് മന്ദിറിലേക്ക് പോകാനായിട്ട്. ബഡ ഗണപതി ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ആ ഗണപതി ക്ഷേത്രത്തിലും കയറി ഒന്ന് തൊഴുതു. എന്നതിന് ശേഷമാണ് പ്രസാദ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ പോരുന്നത്. ഈ കാണുന്നതാണ് അന്നദാന ക്ഷേത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുവല്ല. ഹര ഹര മഹാദേവ്.